ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെണ്ടയ്ക്ക 1/2 കിലോ കഴുകി തുടച്ച് അരിഞ്ഞെടുത്തത്, സവാള 1 നീളത്തിൽ അരിഞ്ഞെടുത്തത്, ചതച്ച മുളക് 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇടാം. സവാള ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച മുളകിടാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം, കറിവേപ്പിലയും ഇടാം. ഇപ്പോൾ സവാളയും ചതച്ച മുളകും വേപ്പിലയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇടാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ അത് അടച്ചു വെച്ച് വേവിക്കണ്ട, നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് നല്ല ജലാംശമൊന്നും ഇല്ലാതെ നല്ല ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കൃത്യമാണ്. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.